ഞാൻ അവിടെ പോയി മുനിനാരായണ പ്രസാദിനോട് ചോദിച്ചു ഈ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ചേരുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അതിനിവിടെ ചേരുന്നതിനൊന്നും അങ്ങനെ ആരെയും ചേർക്കത്തൊന്നുമില്ല. അപ്പോൾ അച്ഛന് ആദ്യമായിട്ടാണ് സങ്കടം വന്നിട്ട് കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി. അപ്പോൾ ഞാൻ അച്ഛൻ കരഞ്ഞെന്ന് കണ്ടിട്ടേ ഇല്ല. അച്ഛനെന്ന് പറയുന്ന ആൾ നമുക്ക് ഇങ്ങനെ വടിയുടെ അറ്റത്താണ് അനുഭവിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണോ ഞാൻ വിട്ടുപോകുന്നത് എന്നുള്ള നിലവാരത്തിലാണ് അച്ഛൻ ചോദിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് പോകുന്ന അങ്ങനെ ആലോചിക്കുന്നില്ല. ഞാൻ ഈ വിദ്യാഭ്യാസം ഈ പഠിക്കുന്നതിന് അപ്പോൾ ഈ കാറിനകത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അമേരിക്കയെ പറ്റി ഒരു കമൻ്റ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അന്ന് എതിയുടെ കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ ഓപ്പൻഹൈമർ എന്നാണ്. ഞാൻ ഗുരുകുലത്തിലുണ്ടായിരുന്ന കാലം മുഴുവനും അതിനുശേഷവും എൻ്റെ ഒരു സുഹൃത്തായിട്ട് തുടർന്നിരുന്ന ഒരാളാണ് പീറ്റർ ഓപ്പൻഹൈമർ. അപ്പോൾ പീറ്റർ ഇങ്ങനെ പറയുന്നുണ്ട്, അമേരിക്ക എന്ന് പറയുന്നത് ഒരു റാറ്റ് ട്രാപ്പാണ്. കണ്ടാൽ പുറത്തുനിന്ന് കാണുമ്പോൾ അകത്ത് എന്തോ കൊള്ളാവുന്നതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ ഒരിക്കൽ അകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ വാതിലങ്ങ് അടയും, പിന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഞാനതിങ്ങനെ അത്ഭുതകരമായിട്ട് കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഞാൻ ആ ഗുരുകുലത്തിൽ രണ്ടാം തവണ പോകുന്നത്. പിന്നെ ഈ പ്രോസ്പെക്ടസ് വായിക്കുമ്പോഴാണ് ആ പ്രോസ്പെക്ടസ് എന്നെ ശരിക്കും പറഞ്ഞ സ്വാധീനിച്ചായിരുന്നു. ഇത് ഞാൻ എന്തൊക്കെയാണോ വിദ്യാഭ്യാസത്തിനെ പറ്റിയൊക്കെ ആലോചിക്കുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, അതുപോലെ ലോകത്ത് യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ഭയങ്കര തീംസാണ്. അതൊക്കെ ഇങ്ങനെ ഈ റസലിൻ്റെ പുസ്തകങ്ങളും പിന്നെ ആ ഐക്യരാഷ്ട്രസഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ കാലഘട്ടത്തിനകത്ത് വലിയൊരു ചിന്തകളായിരുന്നു. ലോകത്ത് ഒരു വേൾഡ് ഗവൺമെൻറ്, ഐക്യരാഷ്ട്രസഭ ഒരു ലോക ഗവൺമെൻറ്റായി മാറുമെന്നുള്ള സങ്കല്പവും. അപ്പോൾ അത് യുദ്ധം ചെയ്യേണ്ട ഒരു ആവശ്യം ഇനിയും മനുഷ്യരാശിക്ക് ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ വിയറ്റ്നാം യുദ്ധത്തിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ നടക്കുന്ന കാലമാണ്. അപ്പോൾ ആ സമരം അമേരിക്കയിലെ ഏറ്റവും വലിയ മൂവ്മെൻ്റായിട്ട് ഈ ഹിപ്പി മൂവ്മെൻറ്റ് ശരിക്കും ഉണ്ടാകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധവിരുദ്ധതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. മേക്ക് ലവ് നോട്ട് വാർ എന്ന് പറഞ്ഞ് അതായിരുന്നു ഏറ്റവും സ്വാധീനിച്ച മുദ്രാവാക്യം. അപ്പോൾ അതിന് സഹായകരമായിട്ടുള്ള സംഗീതം ഒക്കെ ആയിരുന്നു ഉണ്ടാകുന്നത്. അപ്പോൾ ബീറ്റിൽസും ഒക്കെ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ എഴുതുകയും ആ പാട്ടുകളൊക്കെ അന്ന് ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ വലിയ ആൾക്കൂട്ടം പോലെ അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് പാട്ട് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആ തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ആയിരുന്നു ഈ ലൈഫ് മാഗസിൻസിനകത്തൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതെല്ലാം വായിച്ച് അത്തരത്തിലുള്ളൊരു ഇൻസ്പിറേഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു തുടർച്ച ഗുരുകുലത്തിൽ ചെന്നാൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസവും അത്തരത്തിലുള്ള കാര്യങ്ങളിനകത്ത് ഇടപെടാനൊക്കെ കഴിയുകയും അതിനകത്തൊക്കെ പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു മേഖലയായിരുന്നു സത്യത്തിൽ എന്നെ ആകർഷിച്ച് അവിടെ എത്തിച്ചത്. അങ്ങനെ ഞാൻ വർക്കിൽ ഇതിനെപ്പറ്റി ഈ പ്രോസ്പെക്ടസ് അനുസരിച്ചിട്ട് അവിടുത്തെ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലൊന്ന് ചേരാം എന്ന് വിചാരിച്ചിട്ടാണ് ഗുരുകുലത്തിൽ പോകുന്നത്. ഒരു ഉച്ചതിരിഞ്ഞ ഒരു സമയത്താണ് ഞാൻ ഗുരുകുലത്തിൽ എത്തുമ്പോൾ തന്നെ അവിടെ ഒരു ക്ലാസ് പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് എന്ന് പറയുന്നത് വാൻ ഗോഗിൻ്റെ ചിത്രത്തിനെ പറ്റിയാണ്. വാൻ ഗോഗ് എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ മനോരോഗം കൊണ്ടാണോ വരച്ചത്, അതോ മറ്റു തരത്തിലുള്ള സാമൂഹ്യമായ കാഴ്ചകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു? അപ്പോൾ ഈ മനോരോഗവും അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, അതാണ് സൃഷ്ടിപരതയുമായിട്ട് എന്ത് ബന്ധം എന്നൊക്കെ പറയുന്ന നിലവാരത്തിലൊരു ഡിസ്കഷൻ. ആ ഡിസ്കഷനകത്ത് അന്ന് അവിടെ സംസാരിച്ചുകൊണ്ട് നിന്നിരുന്ന പിൽക്കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് മാറിയ ഒരു മുരളീധരൻ എന്ന് പറഞ്ഞ, എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ പഠിക്കുകയോ ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം അധ്യാപകനായി മാറിയിട്ടുമുണ്ട്. അദ്ദേഹമായിരുന്നു അവിടെ ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. സംസാരിക്കുന്നതിന് അപ്പോൾ ഒരു കസേരയിലിരുന്ന് ഇത് കേട്ടോണ്ടിരിക്കുകയും ഇടയ്ക്ക് അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ക്ലാസ് പോലാണ്.
അപ്പോൾ ഞാനവിടെ പോയിരുന്ന് അതിങ്ങനെ ഈ മുരളീധരൻ പറയുന്നതും കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എഴുതി അത് സമ്മറൈസ് ചെയ്ത് അതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നി. കൊള്ളാം, നല്ല ക്ലാസ്സാണല്ലോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഗുരുകുലത്തിൽ ചേരണം എന്നുള്ള ആഗ്രഹം എനിക്ക് ശരിക്കും പറഞ്ഞുണ്ടായി. അങ്ങനെ യതി അവിടെ നിന്ന് എണ്ണീറ്റ് വന്നപ്പോൾ, ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിങ്ങനെ ചെന്ന്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് ഈ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ യതി പെട്ടെന്ന് പറഞ്ഞു, അത് ആ മുനിനാരായണ പ്രസാദിനോട് ചോദിച്ചാൽ പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പോയി മുനിനാരായണ പ്രസാദിനോട് ചോദിച്ചു ഈ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ചേരുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അതിനിവിടെ ചേരുന്നതിനൊന്നും അങ്ങനെ ആരെയും ചേർക്കത്തൊന്നുമില്ല. അപ്പോൾ ഞാനാകെ അന്തം വിട്ടു, ചേർക്കുകയില്ലേ? അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മതിലുകളില്ലാതെ പഠിക്കാം, സർട്ടിഫിക്കറ്റുകളില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫോർമലായിട്ട് ചേർക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഇതിലാണ്. പക്ഷെ ഞാൻ ചേർക്കത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതായി. അപ്പോൾ അവിടെ കുറച്ച് നേരം ഞാൻ കറങ്ങി നിന്നിട്ട് മുനിനാരായണ പ്രസാദ് നല്ല ചിരിയോടെ ചിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ യതിയായിട്ട് ബന്ധപ്പെട്ട ഒരു അനുതരവനാണ് എന്ന് അദ്ദേഹത്തിന് അറിയുന്ന കാരണം കൊണ്ട് എന്നെ ഇങ്ങനെ തമാശയാക്കുന്ന രീതിയിൽ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി നിന്നിട്ട് പിന്നെ വീണ്ടും യതിയുടെ കൂടെ ഇങ്ങനെ നടന്നു. അവിടെ നിന്ന് നടന്നിട്ട് വർക്കല ഗുരുകുലം, നാരായണ ഗുരുകുലം എന്ന് പറയുന്നതും അവിടെ വേറൊരു ലൈബ്രറി പോലെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. ലൈബ്രറി പിന്നിൽക്കാലത്ത് ലൈബ്രറി ആയതാണ്. അന്ന് ഞാൻ ചെല്ലുമ്പോൾ നടരാജഗുരു എന്ന് പറഞ്ഞാൽ അവിടെ ഗുരുകുലം സ്ഥാപിച്ച ഗുരുവിൻ്റെ സമാധി സ്ഥലമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ശിവലിംഗമൊക്കെ ഉണ്ട്, അവിടെ ചെറിയ പെരയുണ്ട്. അപ്പോൾ അവിടെ ആകെ ഒരു താഴെ ഉള്ള ഒരു ചെറിയ മുറി പോലൊരു സാധനമാണ് അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊരു ക്ലാസ് പോലെ. അപ്പോൾ ആ ക്ലാസ് എന്ന് പറയുന്നത് ഈ ഉപനിഷത്ത് ഒരു മന്ത്രം ചൊല്ലി എന്നിട്ട് അതിനെ പറ്റി യതി ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. പക്ഷെ അതെനിക്ക് കേട്ട് യാതൊരു താല്പര്യവും തോന്നിയില്ലാത്തതുകൊണ്ട് ഞാൻ പുറയിലൊരു ബെഞ്ചുണ്ടായിരുന്നു, അതേ അവിടെ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ഉണരുന്നത് നേരം വെളുക്കുമ്പോഴാണ്. അപ്പോൾ നേരം വെളുത്ത് ഉണരുമ്പോൾ ഞാൻ അവിടെ അടുത്ത് ഒരു മുറിയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ അദ്ദേഹം ഉണർന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ്, ജനുവരി ആദ്യത്തെ ആഴ്ച, ഇതിപ്പം ഡിസംബറിലാണ് ഞാനവിടെ ചെല്ലുന്നത്, വർക്കല ചെല്ലുന്നത്. ജനുവരി ആദ്യത്തെ ആഴ്ച ഊട്ടിയിലെ ക്ലാസ് തുടങ്ങും, അപ്പോൾ അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു. ഇവിടെ വന്ന് ഇങ്ങനെ ഗുരുകുലത്തിൽ ചേരാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് വിഷമിച്ച്. അപ്പോൾ എനിക്കാണെങ്കിൽ അത് അങ്ങനൊരു ഇതിപ്പോൾ ഇത്ര വലിയ പ്രശ്നം എന്താണെന്ന് എനിക്കത് അങ്ങനെ അങ്ങോട്ട് അതിൻ്റെ കാരണം ഞാനൊരു പഠിക്കാൻ പോകുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു സ്പിരിറ്റിലാണ് ഞാനീ പറയുന്നത്. പക്ഷെ അമ്മയ്ക്കും അച്ഛനെയും സംബന്ധിച്ചിടത്തോളം യതി പണ്ട് സന്യാസിയായി പോയത് അവരനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ സന്യാസിയാകാൻ പോവുകയാണെന്നാണ് അവരപ്പോൾ മനസ്സിലാക്കുന്നത്. എനിക്കാണെങ്കിൽ എനിക്കങ്ങനെ ഐഡിയ ഇല്ല. ഞാൻ ഈ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആകുക, അവിടെ നമ്മൾ ഈ പറയുന്ന താല്പര്യമുള്ള വിഷയങ്ങളെല്ലാം വായിക്കുക പഠിക്കുകയൊക്കെ ചെയ്യുക. അത് ഇക്കോളജിയെ പറ്റി പഠിക്കുന്നതിനെ പറ്റിയും ഫിലോസഫി പഠിക്കുന്നതും അതുപോലെ തന്നെ സൈക്കോളജിയെ പറ്റി പഠിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ക്രിയേറ്റിവിറ്റിയെ പറ്റി പഠിക്കുന്നത്, ഇങ്ങനെ ലോക ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള ആശയങ്ങളാണ് ഈ പ്രോസ്പെക്ടസിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാനിതൊക്കെ പഠിക്കാൻ പോകുന്ന ഒരാളെന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ഈ ഒരു സന്യാസത്തിൻ്റെ യുക്തി സത്യത്തിൽ എനിക്ക് അല്പം പോലും ഇല്ല. അത് ദൈവം ഇല്ലെന്ന് നല്ലോണം അങ്ങ് അറിയുന്ന ഒരാളാണ്. ദൈവമില്ല, ഉണ്ടായത് തന്നെ കൊള്ളത്തില്ല എന്ന് പണ്ട് 8ാം ക്ലാസ്സിൽ വെച്ച് അനുഭവിച്ച് 9ാം ക്ലാസ്സിൽ വെച്ച് അനുഭവിച്ച് തീർന്നതല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ആ തരത്തിലൊരു കൺഫ്യൂഷനില്ല. മാത്രമല്ല ഞാൻ ഈ ഫിലോസഫിയൊക്കെ വായിക്കുമ്പോൾ വേറൊരു ലോകത്തിനെ പറ്റിയുള്ളൊരു അറിവായിട്ടാണ് അത് വരുന്നത്, ലോകത്തിനെ മനസ്സിലാക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്
ഏതെങ്കിലും ഒരു ദൈവത്തിനെ ആരാധിക്കാൻ പഠിപ്പിക്കുന്ന യുക്തികളോ ഒന്നും തന്നെയല്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞ ക്യാൻറ്റിൻ്റെ പുസ്തകമൊക്കെ വായിച്ചാൽ അങ്ങനത്തെ ഒരു ആശയങ്ങളൊന്നുമല്ല. നമുക്ക് അങ്ങനത്തെ വേറെ കാര്യങ്ങളാണ് പറയുന്നത് മുഴുവൻ. അപ്പം ഞാൻ ആ ഒരു സ്പിരിറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഞാൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പിരിച്വൽ ലേണിങ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ടെന്ന് എനിക്ക് ആ പുസ്തകത്തിനകത്ത് ഉണ്ടായിരിക്കുന്നത്, അത് നന്നായിട്ട് ആകർഷിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ അയാൾ അച്ഛൻ്റെ സമ്മതം മേടിച്ച് പോകുന്നതായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അനുവാദം മേടിച്ച് പോകുന്നത്. അപ്പം ഞാനും ഇങ്ങനെ ആലോചിച്ചു, അതുപോലൊരു അനുവാദമൊക്കെ മേടിച്ചിട്ട് വേണം ഞാനും പോകാൻ എന്നൊക്കെ. അപ്പോൾ ആ ഒരു വശമുണ്ട്. പക്ഷെ അപ്പോഴും എന്നെ സംബന്ധിച്ചുള്ള ഈ ഒരു സെർച്ച് എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ ഈ ആളുകൾ ആത്മാവിനെ അന്വേഷിക്കുക എന്ന് പറയുന്ന യുക്തിയോ ഒന്നുമല്ല അത്. ഇതൊന്നും അല്ല പഠിക്കേണ്ടത്. നമ്മൾ ഈ വായിക്കുകയും പഠിക്കുകയും ഈ സ്കൂളിലും കോളേജിലും പഠിക്കുന്നതൊന്നുമല്ല പഠിക്കേണ്ടത് എന്ന് എനിക്കറിയുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണത്. അത്രയും ക്ലാരിറ്റി അപ്പോൾ ഉള്ളൂ. അത് അല്ലാത്ത കാര്യങ്ങൾ പഠിക്കണം, അറിയണം എന്ന് പറയുന്ന ഒരു സ്പിരിറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പോകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അപ്പോൾ അച്ഛനിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത്, അപ്പോൾ അച്ഛന് ആദ്യമായിട്ടാണ് സങ്കടം വന്നിട്ട് കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി. അപ്പോൾ ഞാൻ അച്ഛൻ കരഞ്ഞെന്ന് കണ്ടിട്ടേയില്ല. അച്ഛനെന്ന് പറയുന്ന ആൾ നമുക്ക് ഇങ്ങനെ വടിയുടെ അറ്റത്താണ് അനുഭവിച്ചിട്ടുള്ളത്. പിടിക്കുന്നത് അടിതരാനാണ്. അല്ലാതെ കുട്ടിക്കാലത്തൊക്കെ അച്ഛനെ തന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ നമുക്ക് വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു അച്ഛനെ. എടുത്തുകൊണ്ട് നടന്ന ഒരു അച്ഛനെയൊക്കെ ഒരു പടം എങ്ങാണ്ടുണ്ട്. ആ പടത്തിനകത്ത് മാത്രമാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു അച്ഛനൊരു ആരെയാണ് എൻ്റെ എവിടെയാണോ വേറെ ആടെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അച്ഛനൊരു കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളതല്ലാതെ നമ്മുടെ അനുഭവത്തിൽ അച്ഛൻ കയ്യിൽ പിടിച്ചാൽ 2 അടി തരിക എന്നുള്ളതിനാണ് പിടിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരു അങ്ങനെ അച്ഛനെ തൊട്ടതായിട്ട് എൻ്റെ ഓർമ്മയെന്ന് പറയുന്നത്, ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ദിവസം നെയിൽ കട്ടർ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നെയിൽ കട്ടർ, അപ്പോൾ അച്ഛൻ കാലിൻ്റെ വിരലിങ്ങനെ കാണിച്ചിട്ട് അത് ഒന്ന് വെട്ടാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ വിരലയിൽ ഇങ്ങനെ പിടിച്ച് വെട്ടുമ്പോഴാണ് ഞാനിങ്ങനെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അങ്ങനെ അച്ഛനെ ഞാൻ അങ്ങോട്ട് തൊട്ടതായിട്ട് അനുഭവിക്കുന്നത്. മറ്റേത് നമുക്ക് അച്ഛനെന്ന് പറയുന്നത് ഒരു അധികാരമുള്ള മനുഷ്യനെന്നുള്ളതല്ലാതെ നമ്മളെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് തൊട്ടതായിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് കുട്ടിക്കാലത്ത് ഒരു ഓർമ്മയില്ല. അപ്പോൾ അച്ഛനെ ഇങ്ങനെ വിരലയിൽ പിടിച്ച് ഞാൻ വെട്ടുമ്പോഴാണ് ഞാനിങ്ങനെ അച്ഛനെ തൊടുന്നതായിട്ട് ഞാൻ അനുഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അച്ഛനാണ് ഈ കരയുന്നത്. കരയുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ഞാൻ എന്തോ ഒരു കുറ്റം ചെയ്യാൻ പോകുന്ന പോലെയാണ് സംസാരിച്ചു വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണോ ഞാൻ വിട്ടുപോകുന്നത് എന്നുള്ള നിലവാരത്തിലാണ് അച്ഛൻ ചോദിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് അച്ഛൻ്റെ അടുത്തുനിന്ന് പോകുന്ന അങ്ങനെ ആലോചിക്കുന്നില്ല. ഞാൻ ഈ വിദ്യാഭ്യാസം, ഈ പഠിക്കുന്നതിനുള്ള കൗതുകവും അങ്ങനെയുള്ള മേഖല മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ ഈ ഹെസ്സെ വായിച്ചത് കാരണം കൊണ്ട്, ഹെസ്സയുടെ സിദ്ധാർത്ഥ വായിച്ച കാരണം കൊണ്ട് അനുവാദം മേടിച്ച് പോകണമെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. എനിക്കൊന്ന് 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ പറഞ്ഞാൽ നിനക്ക് ഇനി അതാണ് താല്പര്യമെങ്കിൽ അത് പഠിക്കാൻ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അനുവാദമൊക്കെ കിട്ടി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും വന്നു. അമ്മയും കരയുന്നുണ്ട്. അപ്പോൾ ഇവർ 2 പേര് കരഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു പോയി. അങ്ങനെ 3 പേരോടൊക്കെ കരച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ അനുവാദം കിട്ടി. ഞാൻ അവിടുന്ന് മാറി.